മുന്നേറ്റ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ 2 പേര് കൂടിയുണ്ട്. അതിലുള്ള ഒരാളെ ഈ ഒരു ഫംഗ്ഷന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ നേരെ പോയത് എന്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക്. അന്നത്തെ ദിവസം ഓണായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തോട് ഒരുപാട് കറികളും ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ചേച്ചിമാർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. നമ്മളെപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്തൊക്കെ ആയിട്ടും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാനും സൽക്കരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് റെസ്പെക്ട് കൊടുക്കാൻ, അതുപോലെ തന്നെ അവരെ പരിഗണിക്കാനും. അതൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ ഓണസദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മിസ്സാക്കാറില്ല. ഇവർ ഓരോ ഐറ്റംസും എനിക്ക് വിളമ്പുന്ന സമയത്ത് ഇവരെ സ്നേഹം കൂടി വിളമ്പുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ഓരോ വിഭവവും എൻ്റെ ഇലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ച് ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ ഓരോ പിടിയും എൻ്റെ വായിലേക്ക് വെച്ചു. 3 കൂട്ടം പായസവും അതുപോലെ തന്നെ പപ്പടവും അച്ചാറും എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഞാൻ ഫുഡൊക്കെ അടിച്ച് വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടേന്. തൊട്ടപ്പുറം തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് വന്ന്. എനിക്ക് പൊതുവേ ഈ ഓണപ്പൂക്കളവും അതുപോലെ തന്നെ അവരെ കൾച്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പണ്ട് മുതലേ ഞാൻ ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ നെയ്ബേഴ്സിലും അധികം ഹിന്ദുസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ കൾച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവരെ അമ്മ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പണ്ടത്തെ ഓണക്കഥകളും അതുപോലെ തന്നെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് മെല്ലനെ അടുത്ത വീട്ടിലേക്ക് പോയി. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈവനിങ് ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നേരത്തിന് നമ്മൾ വീണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു പോയി.